ഹത്രാസ് UAPA കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന സിദ്ദിഖ് കാപ്പന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ പോലീസിന്റെ ഇടപെടൽ. സിദ്ദിഖ് കാപ്പൻ അറസ്റ്റ് ഭയന്ന് മുങ്ങി. കൊച്ചിയിൽ അനുമതിയില്ലാതെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചതിന് സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെ 11 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാക് അധിനിവേശ കാശ്മീരിലെ തീവ്രവാദികളുമായി സമൂഹമാധ്യമത്തിലൂടെ ചാറ്റ് ചെയ്യുകയും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പ്രചാരണം നടത്തുകയും ചെയ്തതിന് UAPA പ്രതിയായി നാഗ്പൂർ ജയിലിൽ കഴിയുന്ന റിജാസിന്റെ മോചനം ആവശ്യപ്പെട്ടാണ് സിദ്ദിഖ് കാപ്പന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം കഴിഞ്ഞ ദിവസം നടത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സംഭവ സ്ഥലത്തെത്തിയ പോലീസ് യോഗം അലങ്കോലമാക്കി. അറസ്റ്റ് ഭയന്ന് കാപ്പനും നേതാക്കളും മുങ്ങിയപ്പോൾ വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അടിച്ചോടിക്കുകയായിരുന്നു. പോലീസിന്റെ നോട്ടപ്പുള്ളികളാർന്ന ചില അർബൻ നക്സലുകളെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനപ്രതിനിധിയായ സെബാസ്റ്റ്യൻ പോളിനെതിരെ വിമർശനം ഉയരുന്നു. അദ്ദേഹം തീവ്രവാദികൾക്ക് കുടപിടിച്ച് മീറ്റിംഗിലെത്താൻ ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്ക് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന ചോദ്യങ്ങളും പൊതുസമൂഹത്തിൽ ഉയരുകയാണ്. പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ മുതിർന്നതോടെ അലങ്കോലപ്പെട്ട യോഗത്തിൽ നിന്നും ചിലരെ പിടികൂടി പോലീസ് സംഘം. നാഗ്പൂരിൽ UAPA പ്രകാരം പിടിയിലായ തീവ്രവാദിയും കാപ്പന്റെ ശിഷ്യനുമായ റിജാസിന്റെ മോചനം ആവശ്യപ്പെട്ട് ഹത്രാസ് UAPA കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന സിദ്ദിഖ് കാപ്പന്റെ നേതൃത്വത്തിൽ തീവ്രവാദി അനുകൂല വ്യക്തിത്വങ്ങൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ മുതിർന്നതോടെ അലങ്കോലപ്പെടുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാക് അധിനിവേശ കാശ്മീരിലെ തീവ്രവാദികളുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്യുകയും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പ്രചരണം നടത്തുകയും ചെയ്തതിനെ തുടർന്നാണ് റിജാസ് നാഗ്പൂർ ജയിലിലായത്. പരിപാടിയെക്കുറിച്ച് നേരത്തെ പരാതി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സംഭവ സ്ഥലത്ത് സംഘർഷ സാധ്യത വിലയിരുത്തി എത്തിച്ചേർന്ന പോലീസ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത ചിലരുടെ വിശദാംശങ്ങൾ തിരക്കിയതാണ് തീവ്രവാദികളെ പ്രകോപിപ്പിച്ചത്. പോലീസ് യോഗസ്ഥലം വളഞ്ഞപ്പോൾ കാപ്പനും നേതാക്കളും മുങ്ങിയത് അണികളെ സത്യത്തിൽ വെട്ടിലാക്കുകയായിരുന്നു. അണികൾ പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കി തല്ല് വാങ്ങിയപ്പോൾ കാപ്പൻ നിന്ന നിൽപ്പിൽ മുങ്ങി എന്നാണ് അണികളുടെ പരാതി. കാപ്പൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിഹാരിക പ്രദോഷ്, സിദ്ദിഖ് കാപ്പൻ, പ്രമോദ് പുഴങ്കര, അംബിക, CP റഷീദ്, സാജിദ് ഖാലിദ്, ബാബുരാജ്, ഭഗവതി, VM ഫൈസൽ, മൃദുല ഭവാനി, ഡോക്ടർ ഹരീഷ് അമീർ എന്നിവരെ പ്രതി ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് എന്നാണ് വിവരങ്ങൾ. സിദ്ദിഖ് കാപ്പന്റെ അടക്കം എണ്ണം പറഞ്ഞ തീവ്രവാദികളുടെ കൃത്യമായ അഡ്രസ് പോലീസിന് അറിയില്ല എന്നതാണ് FIR നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നും വിലയിരുത്തലുകളുണ്ട്. മാടായിപ്പാറ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘർഷ ശ്രമത്തിൽ കേസെടുത്ത പോലീസിനെതിരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി നടത്തിയ അധിക്ഷേപത്തിന്റെ ഭീതിയിൽ കൊച്ചി പോലീസ് ബോധപൂർവം ഒന്ന് പതുങ്ങിയതാണോ എന്ന അഭിപ്രായങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഈറ്റിലമായ ഡൽഹി ഷഹീൻ ബാഗിലെ മുസ്ലിം മിറർ ന്യൂസ് പോർട്ടലിലാണ് കാപ്പൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് എന്നാണ് വിവരങ്ങൾ. PFI ആശയ പ്രചരണമാണ് മുസ്ലിം മിററിന്റെ അജണ്ട എന്നും പൊതുസമൂഹത്തിൽ വിലയിരുത്തലുകളുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിരോധിക്കപ്പെട്ട NCHRO ദേശീയ കോർഡിനേറ്ററായി പ്രവർത്തിച്ച കാലത്തെ പരിപാടികൾ കാപ്പൻ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ തുടരുന്നുണ്ട് എന്നും ആണ് സൂചന. UAPA കേസുകളിൽ ജയിലിൽ കഴിയുന്ന PFI മാവോയിസ്റ്റ് പ്രവർത്തകർക്ക് നിയമസഹായവും മാധ്യമ സഹായവും എത്തിക്കാനാണ് കാപ്പന്റെ ശ്രമം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.